KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പദവികൾ നൽകി ആദരിക്കും എന്നുള്ള ഒരു ഫോർമുലയുടെ ഭാഗമാണ് എന്ന് കെ സുധാകരൻ വെളിപ്പെടുത്തുകയാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. പല സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തുവെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്ന് പറഞ്ഞുവെന്നും സുധാകരൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. UDF പത്രത്തിന്റെ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് സുധാകരന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കർണാടകയിലെ ബെൽഗാവി സമ്മേളനത്തിന് ശേഷം 6 സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരെ മാറ്റിയെന്നും കേരളത്തിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഉചിതമായ ആദരം നൽകുമെന്നും പ്രവർത്തക സമിതി അംഗത്വത്തിനൊപ്പം താൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായിരുന്നു. എന്നാൽ തന്റെ ആഗ്രഹം പരിഗണിക്കാതെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അവസരം നൽകണമെന്നുള്ള ധാരണയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. രണ്ടുപേരും മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ല എന്നായിരുന്നു താൻ കരുതിയതെന്നും കണ്ണൂരിലെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഖാർഗെയ്ക്ക് മനസ്സിലായില്ല എന്നും രാഹുൽ ഗാന്ധിയാണത് മനസ്സിലാക്കി കൊടുത്തതെന്നും സുധാകരൻ പറയുന്നുണ്ട്. അതേസമയം KPCC പ്രസിഡന്റ് പദം കൈമോശം വന്നതിന്റെ നിരാശയിലെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് വീണ്ടും തലവേദനയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമാണ് പുതിയ ഈ വെളിപ്പെടുത്തലുകൾ തന്നെ. കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാനാണ് സുധാകരന്റെ പ്രധാന ലക്ഷ്യം തന്നെ. പാർട്ടിയിൽ ഐക്യം സ്ഥാപിക്കാനും പുതിയ നേതൃത്വത്തെ കൊണ്ടുവന്ന് പാർട്ടിയെ അടിമുടി മാറ്റിയെടുക്കാനുമാണ് AICCയുടെ ശ്രമം. എന്നാൽ കെ സുധാകരന്റെ പുതിയ നീക്കം പുനഃസംഘടനാ നീക്കത്തിന് തിരിച്ചടിയാവുമോ എന്നുള്ള ആശങ്കയിലാണ് നേതൃത്വം ഇപ്പോഴുള്ളത്. യുവ നേതൃത്വത്തെ DCC അധ്യക്ഷ പദവിയിലും KPCC ഭാരവാഹിത്വത്തിലും കൊണ്ടുവന്ന് പാർട്ടിയെ അടിമുടി മാറ്റിയെടുക്കുന്നതിനുള്ള നീക്കമാണ് നേതൃത്വം ആരംഭിച്ചിട്ടിരിക്കുന്നത്. സ്വന്തം ഗ്രൂപ്പുകാരനും വിശ്വസ്തനുമായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായതോടെ കെ സുധാകരൻ പ്രതിഷേധം അവസാനിപ്പിച്ച് നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നായിരുന്നു നേതാക്കൾ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാന കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത സൃഷ്ടിച്ച് AICC നേതൃത്വത്തെയും KPCC അധ്യക്ഷനെയും വെട്ടിലാക്കുന്ന നിലപാട് തന്നെയാണ് കെ സുധാകരൻ കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നേതാക്കളുടെ പ്രതികരണവും. DCC പുനഃസംഘടനയും KPCCയിൽ സമൂലമായ അഴിച്ചുപണിയും വിവാദങ്ങളില്ലാതെ പൂർത്തീകരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കെ സുധാകരന്റെ ഈ പ്രതികരണം തന്നെ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഒഴികെ മറ്റെല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റാനുള്ള ചർച്ചകളിലാണ് KPCC ഉള്ളത്. DCC അധ്യക്ഷന്മാരിൽ ഏറെ പേരും മാറ്റം ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് പുനഃസംഘടനാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ DCC അധ്യക്ഷന്മാരെ ആരെയും മാറ്റേണ്ടതില്ല എന്നും KPCC അധ്യക്ഷന്മാർ എല്ലാവരും നന്നായി പ്രവർത്തിക്കുന്നവരാണ് എന്നുമാണ് കെ സുധാകരന്റെ നിലപാട്. പാർട്ടിയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള തന്ത്രമായാണ് ഭൂരിപക്ഷ നേതാക്കളും ഇതിനെ കാണുന്നത്. നിലവിലുള്ള DCC അധ്യക്ഷന്മാരെയും KPCC ഭാരവാഹികളെയും ഒപ്പം നിർത്തി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് സുധാകരൻ നടത്തിവരുന്നത്.